ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ടീച്ചർ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ മെയിമിനെ കുറിച്ച് പഠിച്ചു അല്ലേ? മെയിമിന്റെ അർത്ഥം എന്താണ്? ഞാൻ അല്ലേ? മെയിമിന്റെ അർത്ഥം ഞാൻ. ഇന്ന് നിങ്ങൾ പഠിക്കാൻ മേര, മേരെ, മേരി. ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ? എന്റെ എന്നാണ്. മേര, മേരെ, മേരി. ഇതിന്റെ അർത്ഥം എന്റെ. മേര ഘർ, മേര വിദ്യാലയ എന്ന് പറയില്ലേ? ഇനി ഒരു വേർഡ്, നമുക്കൊരു സെന്റൻസ് ഉണ്ട്. മേരാ ഭായ്, മേരാ ഭായ്. मेरी बहन, मेरी बहन. मेरे पिताजी, मेरे पिताजी. ഇവിടെ നമ്മള് മേരാന്ന് എവിടെ എഴുതി? ഇവിടെ മേരി എഴുതി, ഇവിടെ മേരി. അതെന്താണ്? ഭായി എന്നത് പുല്ലിംഗ ശബ്ദമാണ്, മെയിലാണ്. അതുകൊണ്ടാണ് നമ്മള് മേര ചേർത്തത്. ബഹൻ എന്ന് പറയുന്നത് സ്ത്രീലിംഗ ശബ്ദമാണ്, ഫീമെയിൽ വേർഡാണ്, സ്ത്രീലിംഗ ശബ്ദം. അതുകൊണ്ടാണ് ഇവിടെ മേരി ചേർത്തത്. പിതാജി റെസ്പെക്റ്റോട് കൂടി മേരി എന്ന് ചേർത്തേ പറയാം. മേര ഭായി, മേരി ബഹൻ, മേരി പിതാജി. അടുത്തത് മുച്ചേ. മേമിന്റെ വേറൊരു രൂപമാണ് മുച്ചേ. മുച്ചയുടെ അർത്ഥം എന്താണ്? എനിക്ക്, ടു മീ. എനിക്ക് എന്ന് പറയുന്നതാണ് മുച്ചേ. മുച്ച ചേർത്തൊരു സെന്റൻസ് പറയുന്നുള്ളൂ. എനിക്ക് വെള്ളം വേണം. ഇങ്ങനെ പറയും. മുച്ചേ പാനി ചാഹിയേ. മുച്ചേ പാനി ചാഹിയേ. എനിക്ക് പേര വേണം. ഇങ്ങനെ പറയും. മുച്ചേ കലം ചാഹിയേ. മുച്ചേ കലം ചാഹിയേ. എനിക്ക് പുസ്തകം വേണം. മുച്ചേ കിതാബ് ചാഹിയേ. കിതാബ് ചാഹിയേ. ഇതുപോലെ സെന്റൻസ് നിങ്ങൾ എഴുതാൻ പഠിക്കണം. മേര, ഇത് പഠിച്ചത് എന്തൊക്കെയാണ്? മേര, മേരെ, മേരി. ഇത് ചേർത്തിട്ട് സെന്റൻസ് നിങ്ങൾ എഴുതണം. അതോടൊപ്പം മുച്ചേ ചേർത്തിട്ടും സെന്റൻസ് എഴുതാൻ പഠിക്കുക. ഓക്കെ.